നമസ്കാരം, മിനി മാജിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു അൺബോക്സിംഗ് വീഡിയോയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തലേ ദിവസം തന്നെ ഞാൻ ഒരു കപ്പ് പച്ചരി കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. രാവിലെ വെള്ളപ്പം തയ്യാറാക്കാന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പം അതിനായിട്ടുള്ള പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ട അരിയുടെ ചോറാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കിലുള്ള ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം തന്നെ അരച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്ക് അത് പാകമായി കിട്ടും. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. വെള്ളപ്പത്തിലേക്ക് കറിയായിട്ട് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അത് തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസും ഒരു പൊട്ടറ്റോയും കൂടെയാണ് കറി ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി നോക്കൂട്ടോ. അപ്പൊ ഗ്രീൻ പീസും പൊട്ടറ്റോയും കൂടി ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 6-7 കാഷ്യൂനട്ടും കൂടിയിട്ട് അരച്ചെടുക്കുക. പിന്നെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. വെള്ളപ്പത്തിലേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കൂ. സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒരു 4 പച്ചമുളക് നെടുകെ ചൂരിയതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്നിങ്ങനെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്നു വന്നു കഴിഞ്ഞാൽ ഗ്രീൻ പീസും പൊട്ടറ്റോയും കൂടിയിട്ട് വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ് കറി, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ കറി. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 6-7 കാഷ്യൂനട്ടും കൂടിയിട്ട് അരച്ച് വെച്ചത് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കറി തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തൂവിയിട്ട് ഇട്ട് കൊടുത്താൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പൊ ഇതാ വെള്ളപ്പത്തിന്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. ഈ ഒരു അളവിൽ വെള്ളപ്പത്തിന്റെ മാവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അളവ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെള്ളപ്പം തന്നെ കിട്ടും. ഇനി വെള്ളപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവുന്നുണ്ട്. ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് വൈകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് വൈകുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് വെള്ളപ്പത്തിലേക്ക്. കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് കാണാൻ ആർക്കും താല്പര്യമില്ല. ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസാണ് എല്ലാവർക്കും താല്പര്യം. പിന്നെ അതുപോലെ 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരെന്താണെന്നുള്ളത്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ.
എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ പേര് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്കൊന്നും അറിയുന്നുണ്ടാവില്ലായിരിക്കും. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ചൂടുള്ള വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ അൺബോക്സിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂട്ടോ, യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോ കാണാം കേട്ടോ. അൺബോക്സിങ് വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അടുത്ത അൺബോക്സിങ് വീഡിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ആരും കമൻറ്റൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയാം, എനിക്ക് എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാനൊരു സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ചെടികളെല്ലാം താഴെ വെച്ചിട്ട് അത് നനച്ച് വെള്ളം നനക്കുകയൊക്കെ ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ വെള്ളം വീണിട്ടും എനിക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിതാ ആമസോണിൽ നിന്നും ഓർഡർ ചെയ്തതായിരുന്നു ചെടികളൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡ്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ് കേട്ടോ, മെറ്റലിൻ്റെ ആണ്. അപ്പം അത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡും ഉണ്ട്. ചെടികൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. ചെടികളും അതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഫ്ലാറ്റിൽ പറ്റുന്ന പച്ചക്കറിയൊക്കെ, പച്ചമുളക്, കറിവേപ്പില അതുപോലുള്ളതൊക്കെ ഫ്ലാറ്റിൽ പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ ചെന്നാലും നല്ല വെറൈറ്റി ചെടികളൊക്കെ കണ്ടാൽ വാങ്ങിക്കാറുണ്ട്. എന്നിട്ട് അതൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ട് പോരും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കൊണ്ടുവരാറുണ്ട്. അധികവും ചെടികളും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഈസിയാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്താ പാക്കറ്റിൽ അതിൻ്റെ ഹുക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെടികൾ ഭയങ്കര താല്പര്യമാണ്. ഇപ്പം ഇതാ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇതുപോലെ ചെടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞങ്ങൾ ഇതാ ഇവിടെയുള്ള മിക്കവാറും ചെടികളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ ചെന്നാലും ചെടികൾ വാങ്ങിക്കും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ ചെടികൾ ഉണങ്ങും, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നാട്ടിലത്തെ ചെടികളും ഉണങ്ങും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ചെടികളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഒരുവിധമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനും ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ UAE-യിലൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് ഇതാ മേലെ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇതിൽ കൊടുക്കാം കേട്ടോ. ഇന്നത്തേത് ചെറിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം.